ഇലക്ട്രിക്കലിൽ പ്രധാനമായിട്ടും അറിയേണ്ട ഒരു കാര്യമാണ് ഒരു എക്യുപ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു മോട്ടറോ ഒരു ലൈറ്റോ അല്ലെങ്കിൽ ഒരു പാനലോ ഏതെങ്കിലും തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലോഡ് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് കറണ്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം കറണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കേബിളിൻ്റെ സൈസ് സെലക്ട് ചെയ്യുന്നത്. ബസ് ബാർ ആണെങ്കിൽ അതിൻ്റെ സൈസ് സെലക്ട് ചെയ്യണത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഏറ്റവും ലാസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളത്. കാരണം കറണ്ടാണ് എല്ലാത്തിൻ്റെയും മാറാൻ സാധ്യതയുള്ളത്. അപ്പോൾ വോൾട്ടേജ് ഒന്നുകൂടി സിംഗിൾ ഫേസ് ആണെങ്കിൽ 240 വോൾട്ടും 3 ഫേസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 415 വോൾട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ എടുക്കുന്നത്. ഈ 240 വോൾട്ട് സിംഗിൾ ഫേസിനും 415 വോൾട്ട് 3 ഫേസിനും കാൽക്കുലേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു സാധനത്തിൻ്റെ ഒരു വസ്തു എന്നാൽ അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻ്റ് എന്നതിൻ്റെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണേ എന്നുള്ളൊരു ഐഡിയ ആണ് ഞാൻ തരുന്നത്. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് 1 കിലോ വാട്ട് ലോഡിൻ്റെ അല്ലെങ്കിൽ 1 kVയുടെ കാണിക്കാം, 1 കിലോ വാട്ടിൻ്റെ കാണിക്കാം. ആദ്യം 1 kVA ആയിട്ടുള്ളൊരു സിംഗിൾ ഫേസ് ലോഡാണെന്ന് വെച്ചാൽ 1 kVA എന്ന് പറഞ്ഞാൽ 1 × 1000, അതായത് 1000 VA ആയിട്ട് എടുക്കണം. അത് ഡിവൈഡഡ് ബൈ സിംഗിൾ ഫേസ് ആയതുകൊണ്ട് 240 വെച്ച് നമുക്ക് ഹരിക്കാം. അതായത് പവർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ആണ് ഇപ്പോൾ ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് കറണ്ട് കിട്ടും. അതായത് 1 kVയുടെ ഒരു എക്യുപ്മെൻ്റ് എടുക്കുകയാണെങ്കിൽ അതൊരു ഇൻവെർട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ജനറേറ്റർ ആയിക്കോട്ടെ, അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് 4.16 ആംപിയറാണ് അത് ഉപയോഗിക്കാൻ പോകുന്നത് ഈ 240 വോൾട്ട് കൊടുക്കുമ്പോൾ. ഇപ്പോൾ ജനറലി നമ്മൾ കാൽക്കുലേഷൻ 240 വോൾട്ടാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ഇതിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരും. അതനുസരിച്ച് നമുക്ക് കറണ്ട് ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സിംഗിൾ ഫേസിൻ്റെ ഒരു 1 kVയുടെ ഒരു എക്യുപ്മെൻ്റ് എടുത്താൽ അതിൻ്റെ വോൾട്ടേജ് ഇങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതിൻ്റെ കറണ്ട് ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഇതനുസരിച്ച് എന്തിൻ്റെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സപ്പോസ് 2 കിലോ വാട്ടിൻ്റെ ഒരു 2 കിലോ വാട്ടാണ്. അത് 2 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 2000 VA ഡിവൈഡഡ് ബൈ കാരണം 240 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4.6ൻ്റെ ഡബിൾ 8.33. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എത്ര kVA ആണോ ആ kVA ഗുണനം 4.166 അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു സാധനത്തിൻ്റെ കറണ്ട് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ 10 കിലോ വാട്ട്, അപ്പോൾ നമുക്ക് 10 കിലോ വാട്ടിൻ്റെ ഒരു ഐറ്റം തന്നു. അപ്പോൾ 10 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 10 × 1000, 10 × 1000 VA. അപ്പോൾ 10 kVയുടെ ഒരു സിംഗിൾ ഫേസ് DG ആണ് നമുക്കുള്ളത്. അതിൻ്റെ കറണ്ട് എത്ര എടുക്കുന്നത് കണ്ടുപിടിക്കണം. അപ്പോൾ 10 kVA എന്ന് പറയുമ്പോൾ 10 × 1000 VA ആക്കി അത് ഹരണം അതിൻ്റെ വോൾട്ടേജ് എത്ര? 240. അപ്പോൾ നമുക്ക് 41.66 ആംപിയർ അതിലെടുക്കുന്നു എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം KVA സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. 1 kVയുടെ ഒരു ഇൻവെർട്ടർ ആയിക്കോട്ടെ, 1 kVയുടെ ഒരു ജനറേറ്റർ ആയിക്കോട്ടെ. അപ്പോൾ അത് വെച്ചുള്ള കണക്ക് കൂട്ടലാണ് ഞാനീ പറഞ്ഞത്. ഇനി ഇത് 3 ഫേസ് ആകുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഇതിൻ്റെ അകത്ത് വരും. 3 ഫേസിൽ ഇപ്പോൾ ഉദാഹരണത്തിന് 1 kVയുടെ 1 kVയുടെ നമ്മൾ 3 ഫേസ് ഒരു ലോഡിൻ്റെ 3 ഫേസ് ഇൻവെർട്ടർ ആണെന്ന് വയ്ക്കുക. 3 ഫേസ് ഇൻവെർട്ടറിൻ്റെ കറണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 1/1000 ചെയ്താൽ അതിന് VA ആയിട്ട് കൺവേർട്ട് ചെയ്തു ഡിവൈഡ് ബൈ. ഇതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 3 ഫേസ് ആയിട്ട് വരുമ്പോൾ 2 സാധനങ്ങൾ കയറി വരും. ഒന്ന് √3 എന്നൊരു സാധനം കയറി വരും ഹരണം 415 അവിടുത്തെ വോൾട്ട്. അതായത് ഞാൻ ആ ബ്രാക്കറ്റ് ഇട്ടേക്കണം, വളരെ ശ്രദ്ധിക്കുക. 1 × 1000 ആദ്യം ചെയ്തു, അത് ഹരിക്കുന്ന ഈ 415ൻ്റെയും √3യുടെയും പ്രോഡക്റ്റ് ആയിട്ടാണ് ഹരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആ ബ്രാക്കറ്റ് ഇങ്ങനെ ഇട്ടത്. അപ്പോൾ ബ്രാക്കറ്റിലുള്ള ആദ്യം തീർത്തതിന് ശേഷം, അതായത് 1 × 1000 ചെയ്യും, അത് ഹരണം √3 × 415 ആദ്യം ചെയ്തതിന് ശേഷം അത് 1000 ഹരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 1.39 എന്നാണ്, അല്ലെങ്കിൽ 1.4 എന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് എടുക്കാം. അതായത് 1 kVയുടെ ഒരു 3 ഫേസ് ഉപകരണം അല്ലെങ്കിൽ ഒരു ഇൻവെർട്ടറോ അല്ലെങ്കിൽ ഒരു ജനറേറ്ററോ ഉണ്ടോയെന്ന് വയ്ക്കുക. അത് 3 ഫേസ് ആണെങ്കിൽ അത് 1.39 ആംപിയറായിട്ട് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 1 kVയുടെ 3 ഫേസ് DG നമുക്ക് ഉണ്ടെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അത് എടുക്കുന്ന ആംപിയർ 1.39 ആംപിയറാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലായില്ലേ? 1 kVയുടെ സിംഗിൾ ഫേസ് ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ച് കറണ്ടാണ് 3 ഫേസിൻ്റെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഓരോ ഫേസിലും 3 ഫേസിൽ ഇത്ര 3 ഫേസ് ഉണ്ട്, റെഡ് യെല്ലോ ബ്ലൂ 3 ഫേസുകൾ ഉണ്ടെന്ന് ആലോചിക്കുക. ഓരോ ഫേസിലും ഇത്ര ആംപിയർ എടുക്കും എന്നുള്ളൊരു ഐഡിയയും അതിൻ്റെ അകത്ത് മനസ്സിലാക്കി വയ്ക്കുക.
അപ്പോൾ സിംഗിൾ ഫേസ് ആണെങ്കിൽ ഒരാളേ ഉള്ളൂ, അയാളെല്ലാ കറണ്ടും ചുമന്നോളണം. 3 ഫേസ് ആകുമ്പോൾ നമുക്ക് 3 ആൾക്കാരുണ്ട്, ഓരോ ആൾക്കാരും ഈ 1.4 വെച്ച് നമുക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ കറണ്ട് എത്ര എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.39 ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ 1.39 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഏതിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ 2 kVA ഇൻവെർട്ടറാണ് അല്ലെങ്കിൽ ജനറേറ്ററാണ്. അപ്പോൾ അതിൻ്റെ കറണ്ട് കണ്ടുപിടിക്കാൻ 2 ഹരണം 1.39 ചെയ്താൽ 2.78. അപ്പോൾ നമുക്കിപ്പോൾ 100 kVA ഒരു ജനറേറ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ 1.39 ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എടുക്കാൻ പോകുന്ന കറണ്ട് എത്രയാണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് KVA തന്നേക്കുന്ന ഒരു സാധനത്തിൻ്റെ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗം. ഇനി ഞാൻ പറയാൻ പോകുന്നത് കിലോ വാട്ട് ആണെങ്കിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ കിലോ വാട്ട് ആകുമ്പോൾ ആദ്യം തന്നെ ഞാൻ സിംഗിൾ ഫേസിൻ്റെ പറയാം. നേരത്തെ ചെയ്തു തന്നെ 1 കിലോ വാട്ട് കിലോ വാട്ടാണെന്ന് ഒരു ഉപകരണം ഉണ്ടെന്ന് കരുതുക. അതിനെ ആദ്യം തന്നെ വാട്ട്സായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇൻറ്റു 1000 ചെയ്താൽ എത്ര വാട്ട്സായിട്ട് കൺവേർട്ട് ചെയ്തു, അത് ഹരണം നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്നൊരു ചെറിയ വ്യത്യാസം വരും. 240 ഗുണനം ഒരു സാധനം കൂടി അതിൻ്റെ അകത്ത് കയറി വരും, 0.8. അതായത് പവർ ഫാക്ടർ എന്ന് പറഞ്ഞൊരു സാധനം കൂടി അതിൻ്റെ അകത്തേക്ക് കയറി വരും. ഈ പവർ ഫാക്ടർ എന്താണെന്നുള്ളത് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ. ഞാനിതിൻ്റെ ഒരു കണക്ക് പാർട്ട് മാത്രമാണ് പറയുന്നത്. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 1 കിലോ വാട്ടിൻ്റെ ഒരു ഉപകരണം തരുവാണെങ്കിൽ അത് 5.2 ആംപിയറോളം എടുക്കും എന്നുള്ള കാര്യം ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കുക. ഈ 0.8 എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിക്കണമെന്നില്ല. ചില കേസുകളിൽ 0.9 ആയിട്ട് വരാം, ചില കേസുകളിൽ 0.76, അങ്ങനെ പല നമ്മുടെ പവർ ഫാക്ടർ മാറാനുള്ള സാധ്യതയുള്ള അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ ആ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഞാനിവിടെ കൂടുതലായിട്ട് പറയുന്നില്ല. ജസ്റ്റ് ബേസിക്കലി മനസ്സിലാക്കാം മോട്ടറിൻ്റെ ലോഡും ഇതൊക്കെ അനുസരിച്ച് ഇൻഡക്റ്റീവായിട്ടുള്ള ലോഡുകൾ വരുമ്പോഴാണ് ഈ പവർ ഫാക്ടർ മാറുന്നത്. 0.8 എന്ന് പറഞ്ഞൊരു കുറഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് 5.2 ആംപിയറാണ് എടുക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഈ 5.2 ആംപിയർ വെച്ച് നമുക്ക് എത്ര ഇപ്പോൾ നമുക്ക് ഒരു കിലോ വാട്ടിന് പകരം നമുക്ക് 10 കിലോ വാട്ട് വന്നു കഴിഞ്ഞാൽ 52 ആംപിയർ എടുക്കുന്ന നമുക്ക് ഒറ്റയടിക്ക് മനക്കണക്കിലേ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് 10 കിലോ വാട്ടിൻ്റെ ഒരു ഉപകരണം ഉണ്ടെന്ന് വെച്ചാൽ 10 × 1000 ചെയ്ത് വാട്ട്സായിട്ട് കൺവേർട്ട് ചെയ്തു, അത് ഹരണം 240 ഗുണനം 0.8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 52 ആംപിയർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് 1 കിലോ വാട്ട് 5.2 ആംപിയർ എടുക്കണമെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനക്കണക്കിൽ ചെയ്തെടുക്കാവുന്ന കേസേ ഉള്ളൂ. ഇനി അതേപോലെ തന്നെ 1 കിലോ വാട്ടിൻ്റെ ഒരു 3 ഫേസ് ഉപകരണം എന്ന് വെച്ചാൽ അപ്പോൾ 1 കിലോ വാട്ടിന് ആദ്യം തന്നെ ഞാൻ 1000 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 1000 വാട്ട്സ് എന്ന് പറഞ്ഞ് കിട്ടി. ഹരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൽ √3 എന്ന് പറഞ്ഞ സാധനം ആദ്യം കയറി വരും. ഈ ഹരണം ഗുണനം 415 അവിടുത്തെ വോൾട്ടേജ്. അപ്പോൾ വോൾട്ടേജും കിട്ടി, ഇൻറ്റു ഒരു സാധനം കൂടി കയറി വരും 0.8 പവർ ഫാക്ടർ. അതായത് ഏകദേശം 1.74 ആണ് അവിടുത്തെ കറണ്ട് എടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് 1 കിലോ വാട്ടിൻ്റെ 3 ഫേസ് ഉപകരണം ഏകദേശം 1.74 ആംപിയർ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏതും കണ്ടുപിടിക്കാനുള്ള കാര്യം മനസ്സിലായാലോ. 1 കിലോ വാട്ടിൻ്റെ 3 ഫേസ് ഉപകരണം 1.74 ആംപിയർ എടുക്കുന്നത്. ഇപ്പോഴും ഇതിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ 1 കിലോ വാട്ടിൻ്റെ സിംഗിൾ ഫേസ് ആയിട്ടുള്ളൊരു ഉപകരണം എത്ര എടുക്കും? 5.2 ആംപിയർ എടുക്കുന്ന സ്ഥാനത്ത് 3 ഫേസ് ഉപകരണം 1.73 ആംപിയർ വെച്ച് എടുക്കുന്നു, അല്ലെങ്കിൽ 1.74 ആംപിയർ വെച്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ 3 ഫേസിൻ്റെ ഉപകരണത്തിന് കറണ്ട് കൺസപ്ഷൻ കമ്പാരിറ്റീവ്ലി കുറവാണെന്നുള്ളൊരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇത് വെച്ച് എന്ത് സാധനം വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പോൾ 10 കിലോ വാട്ടിൻ്റെ ഒരു ഉപകരണമുണ്ട്, 3 ഫേസ് ഉപകരണമാണ്. അപ്പോൾ അതിൻ്റെ കറണ്ട് കണ്ടുപിടിക്കാം. 10 × 1000 ചെയ്തു, 10000 വാട്ട്സ് ആണെന്ന് കണ്ടുപിടിച്ചു. അത് ഹരണം √3 × 415 × 0.8 കണ്ടോ, 17 ആംപിയർ. നേരത്തെ പറഞ്ഞാൽ 17.4 ആംപിയർ നമുക്ക് കിട്ടും. അപ്പം നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഒരു സാധനത്തിൻ്റെ കറണ്ട് കണ്ടുപിടിക്കാവുന്നുള്ളൂ. അപ്പോൾ കറണ്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ ഉപയോഗിക്കാൻ പോകുന്ന MCBയുടെ വാല്യൂ മനസ്സിലാക്കാം, അതിൽ ഉപയോഗിക്കാൻ പോകുന്ന കേബിളിൻ്റെ സൈസ് പല ടേബിളും കമ്പയർ ചെയ്ത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഒരു MCCB ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ അത് എത്രയിൽ സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെ കറണ്ട് കണ്ടുപിടിക്കൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനം അത് സിംഗിൾ ഫേസും 3 ഫേസും കൃത്യമായിട്ട് തിരിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അത് KVAയിൽ വരുമ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം, കിലോ വാട്ട് വരുമ്പോൾ എന്താണെന്നുള്ളതും കൂടി ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കണം.
ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക.